പ്രൈസ് ഗാഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ ഒരു നല്ല ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിച്ച് ഇന്ന് പകൽക്കാലം നടക്കുന്ന നമ്മുടെ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രിയ ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിലൂടെ ലഭിച്ച് ആത്മീയ സന്തോഷം പ്രാപിച്ച് വചനത്തിൽ ഉറച്ച് പ്രത്യാശയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് നമ്മെ മറ്റുമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച സ്വർഗീയ പിതാവേ, ആടുകളുടെ വലിയടനായ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നു, ഞങ്ങളെ വീണ്ടെടുക്കുകയും അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി നിന്റെ മക്കളാക്കി ഞങ്ങളെ തീർക്കുകയും ചെയ്ത മഹൽ സ്നേഹത്തിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തുകയും ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും സ്വർഗഭണ്ഡാരം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറഞ്ഞിരുന്ന ശത്രു ഞങ്ങൾക്കെതിരെ പൊരുതിയപ്പോഴും ദൈവം ഞങ്ങൾക്ക് മറവിടമായിരുന്നു. അങ്ങയുടെ ചിറകടിയിൽ ഞങ്ങളെ ഭദ്രമായി സൂക്ഷിച്ച് ശരീരസുഖം തന്ന്, മനസ്സമാധാനം തന്ന്, പ്രത്യാശ വിശ്വാസം തന്ന്, ആലോചനകൾ തന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തി ഇവിടെ വരെയും കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പിതാവേ, പകൽക്കാലം അവിടുത്തെ വലിയ നാമത്തെ ഞങ്ങൾ ആരാധിക്കട്ടെ. അതിനാവശ്യമായി ദൈവകൃപയും ശക്തിയും ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി കർത്താവിൽ സന്തോഷിപ്പാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. തിരുവെഴുത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുമാറാകണമേ. അങ്ങനെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും സ്വർഗീയ പിതാവെ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇരുളിൻ്റെ പ്രവൃത്തികളിൽ നിന്നും അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിക്കണമേ. എല്ലാ പോരുകളെയും കർത്താവ് അകറ്റണമേ. സമാധാനത്തിൻ്റെ ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങയുടെ അദൃശ്യമാർന്ന കരം ഞങ്ങളുടെ ശിരസിൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരു പുതുബലവും ശക്തിയും ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ, മനസ്സിലത് അനുഭവിപ്പാൻ, കർത്താവിൻ്റെ സന്തോഷം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലുള്ള കുറ്റങ്ങളും കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവസന്നിധിയിലാകേണ്ടതുപോലെ ആയിത്തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനാവശ്യമായി ദൈവകൃപയായി പകൽക്കാലം ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, തിരുസന്നിധിയിൽ ആയിരിക്കുന്ന മക്കളെല്ലാവരെയും ഒരുപോലെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും മാനവും മഹിമയും എല്ലാം ഞങ്ങളുടെ കർത്താവിന് അർപ്പിക്കുന്നു. അവിടുന്ന് അതിന് യോഗ്യനായിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പാട്ടുകൾ പാടി കർത്താവിൽ സന്തോഷിക്കാം. എല്ലാവരും കരങ്ങളടിച്ച് വളരെ ഏകാഗ്രതയോടുകൂടെ നമ്മുടെ മനസ്സിനെ കർത്താവായ യേശു ക്രിസ്തു ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗാഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓൺലൈനിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമുക്കൊന്നിച്ച് ആരാധിക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ മലയാളം പാട്ടാണ് ഞങ്ങൾ ഇന്ന് പാടുവാൻ പോകുന്നത്. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയം എവനുണ്ടോ എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളും ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഞങ്ങളുടെ ഈ ആരാധനയൊക്കെയും ഞങ്ങൾ പാടുന്ന പാട്ടുകളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. സേനയിനധിപൻ. പ്രൈസ് ദി ലോർഡ്. ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവരിലും അധികനേ സേനയിലധികൻ
ദേവനിലതിയായി ആശ്രയമെവരുണ്ടോ? ആയവനേവരിലും അധികന്നേ യാഹിൻ വാസമന്തധികാമ്യം യാഹിൻ വാസമന്തധികാമ്യം വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമെവരുണ്ടോ? ആയവനേവരിലും അധിപന്നേ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമെവരുണ്ടോ? ആയവനേവരിലും അധിപന്നേ ഉയിരിൽ തനിക്കൊരു വീടും നീവൻ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കാ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. ഉയിരിൽ തനിക്കൊരു വീടും നീവൻ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കാ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിന്തിരുബലിപീഠം തന്നെ നിന്തിരുബലിപീഠം തന്നെ ധന്യമെന്നാലയത്തിൽ വസിപ്പോ നിത്യസ്തുതിക്കുമവർ നിന്നെ നിത്യസ്തുതിക്കുമവർ നിന്നെ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമെവരുണ്ടോ? ആയവനേവരിലും അധിപന്നേ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമെവരുണ്ടോ? ആയവനേവരിലും അധിപന്നേ ജലമെന്നിലുള്ള ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ജലമെന്നിലുള്ള ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ജീവിതമുള്ളോ മനസ്സുകളിൽ ജീവിതമുള്ളോ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമാ സിയോൻ നഗരിയിൽ പെരുവഴികൾ സിയോൻ നഗരിയിൽ പെരുവഴികൾ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമെവരുണ്ടോ? ആയവനേവരിലും അധിപന്നേ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമെവരുണ്ടോ? ആയവനേവരിലും അധിപന്നേ കണ്ണുനി താഴ്വരെ അതുവഴിയായവർ യാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമാ കണ്ണുനി താഴ്വരെ അതുവഴിയായവർ യാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമാ മുൻമഴ അനുഗ്രഹപൂർണമാകും മുൻമഴ അനുഗ്രഹപൂർണമാകും പ്രാപിക്കും ബലമവർ ബലത്തിനുമേ ചെന്നത്തുമേ വരും സിയോനിൽ ചെന്നത്തുമേ വരും സിയോനിൽ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമെവരുണ്ടോ? ആയവനേവരിലും അധിപന്നേ സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമെവരുണ്ടോ? ആയവനേവരിലും അധിപന്നേ യാഹിൻ വാസമന്തധികാമ്യം യാഹിൻ വാസമന്തധികാമ്യം വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം ഘോഷിക്കും
ഘോഷിക്കുമെൻ ഹൃദയം ജഡവും സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവരുണ്ടോ ആയവനേവരിലും അതിതന്നെ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവരുണ്ടോ ആയവനേവരിലും അതിതന്നെ. Praise the Lord, hallelujah, thank you Jesus. പ്രൈസ് ഗാഡ്. വളരെ മനോഹരമായ പാട്ടുകൾ പാടി കർത്താവിലെ സന്തോഷം നമുക്കെല്ലാവർക്കും അനുഭവിപ്പാൻ ഇടയായതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ ശക്തീകരിച്ചതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇന്ന് വരെയും സ്വർഗത്തിലെ ദൈവം തൻ്റെ ചിറകടിയിൽ നമ്മളെ സൂക്ഷിക്കുകയും കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്ത് പരിപാലിക്കുകയും ചെയ്തു. ദൈവത്തിന് വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ നമ്മൾ ശരീരത്തിൽ മനസ്സിൽ സന്തോഷം അനുഭവിക്കുകയായിരുന്നു. അവിടുത്തെ സന്നിധിയിലെ സന്തോഷം എല്ലാ ദിവസവും നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമ്മെ കർത്തൃകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം പ്രാർത്ഥനയ്ക്കായി സമയത്തെ വേർതിരിക്കാം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാടി പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും നമുക്ക് അനുഗ്രഹമായി തീരുവാൻ നാം എവിടെ ആയിരിക്കുന്നുവോ ആ സ്ഥാനങ്ങളിൽ ദൈവം തന്റെ ശക്തി പകർന്നു തരുവാനും ദൈവം തന്റെ സാന്നിധ്യമിട്ട് ദൈവം നമ്മെ തൊട്ടനുഗ്രഹിക്കുവാനും വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമം നമ്മളിലൂടെ എല്ലായ്പ്പോഴും മഹിമപ്പെടട്ടെ. ദൈവമക്കളെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഫേബ പ്രാർത്ഥിക്കുകയും അതിനുശേഷമായിട്ട് ബ്രദർ വർഗീസ് കോശിയും പ്രാർത്ഥനയും നമ്മെ സഹായിക്കുകയും ചെയ്യും. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം. Praise the Lord, praise the Lord, praise the Lord. Heavenly Father, we thank you for this wonderful time that you have given to us, Lord. Thank you, Father, that you have kept us safe, Lord, in the past weeks, past months, oh Father. Surely, Lord, your goodness and mercies, Lord, we could experience it in this time, so Father. Lord, especially we pray for today's meeting, Father. We pray for the message, Lord, that is going to be said by the servant of God. Lord, prepare him, Lord, to speak your word, Father. Open our hearts, Lord, Jesus, to receive your word, oh Father. We pray for all those who are facing, Lord, difficulties and facing challenging situations in their lives, oh Father. Lord, speak to them through your word, oh Father. Encourage them, Lord, Father. Show them your way, oh Father. We pray for those who are sick among us, oh Father. Heal them, oh Father. Touch them with your healing touch, oh Lord, Father. We pray, Lord, for those who are bereaving, for their lost ones, oh Father. Lord, we pray for those families, Father. Lord, give them peace that surpasses all understanding, oh Father. We pray for our youngsters, our children, our parents, our elders, oh Father. Lord, bless them, guide them according to your word, oh Father. Lord, you have made known your ways to Moses and your acts to the children of Israel, oh Father. Lord, protect each one of them, Lord, under your wings, oh Father, Lord, Father. Lord, once again I surrender each and every matters into your hands, oh Father. Lord, we pray, Lord, in the coming days that your hands, Lord, your divine hand be upon us, oh Father. Lord, protect us with the Holy Spirit, oh Father. Lord, as we, Lord, attend this meeting, Lord, help us to be in the attitude of prayer, oh Father. Lord, we give all glory and honor to you, Father. We submit everything into your hands. In Jesus' precious name I pray. Amen. Praise the Lord. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീ ഞങ്ങളെ കാത്തു പരിപാലിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആപത്തനർത്ഥങ്ങളിൽ ഈ ബോംബെയുടെ പട്ടണത്തിൽ കർത്താവെ, രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, ഞങ്ങൾ വീണ്ടും വീണ്ടും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയും നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ. സഭയായി ഞങ്ങൾ കർത്താവെ ഓൺലൈനിൽ നിൻ്റെ സന്നിധിയിൽ കുറച്ച് സമയം ഇരുപ്പാൻ ഞങ്ങളെ യോഗ്യതരാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് കർത്താവെ. നീ വലിയവനാവുകയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ലോകമെങ്ങും കർത്താവെ കോവിഡിൻ്റെ ഭീതിയിൽ കർത്താവെ ജനം കർത്താവെ വളരെ ആശങ്കയിലാണല്ലോ കർത്താവെ.
ഞങ്ങളും ഭയപ്പെടുന്നല്ലോ കർത്താവെ. എങ്കിലും ഞങ്ങളുടെ ഭയത്തെ മാറ്റിത്തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ സർവശക്തനുണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നീയാണ് വലിയവൻ കർത്താവെ. നീ ഇന്നുവരെയും ഞങ്ങളെ നടത്തി, ഇനിയും നടത്താൻ കഴിവുള്ളവനാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവെ. സ്തോത്രം കർത്താവെ. നീ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ. കർത്താവെ, ഇന്ന് ആലപിക്കുന്ന ഗാനങ്ങൾ കർത്താവെ നിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ ഒരുമനയോടെ കൂടി ഒരു മനസ്സോടുകൂടി പാടുവാനും കർത്താവെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ കർത്താവെ. കർത്താവെ, വചനം സംസാരിക്കുന്നതിൻ്റെ മകൻ കർത്താവെ കൂടുതലായി കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി വചനം പറയുവാനും അത് ഞങ്ങൾ ശ്രവിക്കുവാനും അതിനനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. നീ ആകുന്നു ഞങ്ങളുടെ സർവശക്തൻ കർത്താവെ. ഞങ്ങളുടെ സഭയിൽ വരുന്ന എല്ലാ ഭവനങ്ങളെയും ഓർക്കുന്ന കർത്താവെ. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ കർത്താവെ നിന്റെ ആണിപ്പഴുതുള്ള കരം അവരെ തുടയണമേ കർത്താവെ. പരിപൂർണ സൗഖ്യമാക്കണമേ കർത്താവെ. വൈദ്യനേക്കാളും നല്ല വൈദ്യൻ അങ്ങ് ആകുന്നല്ലോ കർത്താവെ. ഞങ്ങൾ അറിയുന്നല്ലോ കർത്താവെ. അങ്ങ് ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. നീ അത്ഭുതം പ്രവർത്തിക്കണമേ. അപ്രകാരം കർത്താവെ തോമസ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് കർത്താവെ അങ്ങയുടെ മകൻ കർത്താവെ ഭവനത്തിൽ വരുവാൻ ഇടയാകണമേ. അതുപോലെ കർത്താവെ തോമസ് അങ്കിളിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ വളരെ ക്ഷീണിതനാകുന്നല്ലോ കർത്താവെ. എങ്കിലും നിന്റെ ബലം നിന്റെ മകന് കൊടുക്കണമേ കർത്താവെ. നീ അറിയുന്നല്ലോ എല്ലാ കാര്യങ്ങളും കർത്താവെ. നീ നിന്റെ മകനെ കൂടുതലായി അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഞങ്ങളുടെ പാസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൻ കൂടുതലായി വചനം കർത്താവെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ നീ സഹായിക്കണമേ കർത്താവെ. നിന്റെ മകനെ നീ കൂടുതലായി അനുഗ്രഹിക്കണമേ കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ നേഴ്സ് കുഞ്ഞുങ്ങളെ ഓർക്കുന്ന കർത്താവെ. അവർ ഹോസ്പിറ്റലിൽ കർത്താവെ കോവിഡ് ബാധയുള്ള രോഗികളുമായി ഇടപെടുമ്പോൾ യാതൊരു രോഗം അവരിൽ കടന്നുകൂടുവാൻ ഇടയാകല്ലേ കർത്താവ്. ഒരു വിഷാണുവും കടന്നുകൂടുവാൻ ഇടയാകല്ലേ. നീ അത്ഭുതം പ്രവർത്തിച്ചാട്ട് ലോകമെങ്ങും ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനെയും നേഴ്സ് സമൂഹത്തെയും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കൊണ്ടു. അവരെല്ലാം കർത്താവെ ഒരുമനയോടെ ശുശ്രൂഷിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ നീ അവരെ സഹായിക്കണമേ കർത്താവെ. അവർക്ക് ആരോഗ്യവും ബലവും കൊടുക്കണമേ. അത് പ്രകാരം കർത്താവെ ഞങ്ങളുടെ സഭയിൽ വരുന്ന എല്ലാ ഭവനങ്ങളെയും ഓർക്കുന്ന കർത്താവെ. ആർക്കും ഒരു പ്രയാസത്തിനും കഷ്ടതയ്ക്കും ഇടയാകല്ലേ കർത്താവെ. നീ ഒരാഴ്ച കാലം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഇനി ഒരാഴ്ച കാലം നീ കാത്തു സൂക്ഷിക്കണമേ കർത്താവെ. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ നീ ആകുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാം കർത്താവെ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദിനം പ്രതി നടത്തിത്തരുന്ന സർവശക്തനായ ദൈവമേ, ഒരു കർത്താവെ ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിന് അടുക്കുവാൻ നീ ഇടയാക്കല്ലേ കർത്താവെ. നീ സർവ്വതും അറിയുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ നീ എല്ലാവരെയും നീ സന്തോഷത്തോടെ കാത്തുകൊള്ളണമേ കർത്താവെ. ഞങ്ങൾ കുടുംബമായി നിന്നിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞാനെന്നുള്ള അഹന്ത മാറ്റി കർത്താവെ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവെ. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇടയാക്കണമേ കർത്താവെ. നീ എല്ലാ സുവിശേഷ വേലകളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാം നിന്റെ മഹത്വത്തിനു വേണ്ടി ആകുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിൽ നിന്നിൽ സമർപ്പിക്കുന്നു. സർവ്വതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗാഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സഭായോഗത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും
നിസ്തുലനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാത്തവരായപ്പോൾ ഈ ഭൂമിയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നീട്ടിത്തന്ന ആയുസ്സിനായി, ദൈവകൃപയ്ക്കായി നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവം ചെയ്തു തന്ന നന്മകളെയും ഉപകാരങ്ങളെയും ഒന്നും മറന്നു കളയാതെ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് അന്യതാവുള്ള സകല വിചാരങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ രക്ഷിച്ച, നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ പ്രാണനാഥനായ നമ്മുടെ കർത്താവിനെ മാത്രം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. മറ്റെല്ലാ ആകുല ചിന്തകളും മറ്റെല്ലാ വിചാരങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്. അവിടുന്ന് നമ്മളെ തൊട്ടനുഗ്രഹിപ്പാനൊക്കെ മതിയായവൻ തന്നെയാണ്. അതുകൊണ്ട് ആ നല്ല നാഥനെ ഹൃദയത്തിൽ ധ്യാനിച്ചും നമുക്ക് ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും കൊണ്ട് കർത്തൃ സന്നിധിയിൽ ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. 94 സങ്കീർത്തനത്തിൽ അതിൻ്റെ 17 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: യഹോവ എനിക്ക് സഹായം ആയിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായ ഈ ഭൂപരപ്പിലെ ജീവിതയാത്രയിൽ നമുക്ക് ധൈര്യവും ശക്തിയും ബലവും തരുവാൻ സദാസമയവും നമ്മുടെ കർത്താവുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നമ്മുടെ കർത്താവ് വാക്കു പറഞ്ഞതാണ്. പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നു കളഞ്ഞാലും ഞാൻ നിങ്ങളെ മറക്കില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓർമ്മയിലുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മുടെ കാലുകൾ ഇടർന്നു എന്ന് തോന്നിയ ചില അവസരങ്ങൾ ഉണ്ടായിരുന്നു. വഴുവഴുപ്പുള്ള സ്ഥാനത്ത് നാം വീണു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ നമുക്ക് സഹായകനായിരുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്നു. വീണു പോകേണ്ട സ്ഥാനത്ത് അവിടെ നമ്മളെ കരത്തിൽ പിടിച്ചു. നമ്മുടെ വഴുവഴുപ്പുള്ള ഇടങ്ങളിൽ നാം താളടിയാകാതെ അവിടെ നമ്മെ ഉള്ളം കയ്യിൽ വഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വീണു പോകാതെ, താണുപോകാതെ, തളർന്നു പോകാതെ നമ്മെ വഴി നടത്തുകയും നമുക്ക് ആവശ്യമുള്ള ധൈര്യം തന്ന്, ബലം തന്ന്, ആലോചന തന്ന് നമ്മളെ ശക്തീകരിച്ച് നമ്മളെ ഇവിടെ വരെയും നമ്മുടെ ദൈവം നടത്തിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും നിമിത്തം വിചാരങ്ങൾ മനസ്സിൽ വന്നിട്ട് അങ്ങനെയായാൽ എങ്ങനെയാകും എന്ന് ചിന്തിച്ച് വേദനിച്ചു പോകുന്ന ചില അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വങ്ങൾ അത് വളരെയധികം കൂടി വരുമ്പോഴും ദൈവമേ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നാണ് സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നവനാണ്. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്തും ആർക്കും വന്ന് ഒന്നും ചെയ്യുവാനോ സഹായിക്കുവാനോ ഒരു നല്ല വാക്ക് പോലും പറയുവാനോ ഒക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഏറി വരുന്ന പ്രതിസന്ധികളിൽ, വിചാരങ്ങൾ വല്ലാതെ നമ്മളെ ഇളക്കി മറിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം അരികിൽ വന്ന് തൊട്ടനുഗ്രഹിച്ച് തൻ്റെ ആശ്വാസങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ തന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന ക്രിസ്തുനാഥനെ ഞാൻ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതുവരെയും നമ്മളെ അങ്ങനെ അനുഗ്രഹത്തോടെ നടത്തിയ കർത്താവിന് നമുക്ക് മഹത്വം അർപ്പിക്കാം. എല്ലാവരോടും ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്വർഗീയ പിതാവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പാട്ടുകൂടെ നമുക്ക് ചേർന്ന് പാടാം. എല്ലാവരും ഹൃദയംഗമായി ആത്മാർത്ഥമായി കരങ്ങളടിച്ച് പാടി സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തിക്കാട്ട് ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു.
lost with fire. The whole of shame, the whole of shame. I see His love and mercy washing over all I've seen. The people sing, the people sing. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. I see a generation rising up to take their place with selfless faith, with selfless faith. I see a near revival stirring as we pray and sing. We're all on our knees, we're all on knees. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the open up my eyes to the things unseen. Show me how to love like you have loved me. Break my heart from what breaks yours. Everything I am for your kingdom's cause. As I walk from earth into eternity. Hosanna, Hosanna, Hosanna in the highest. 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 Hosanna in the Praise God. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസമാണ്. അത്രയ്ക്ക് ദൈവത്തിന്റെ സന്തോഷം ദൈവം നമ്മുടെ ഉള്ളിലേക്ക് പകരുകയാണ്. ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നാം എല്ലാവരും ശരീരസുഖത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവര് ശരീരത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെയും ഓർക്കുവാനും
പ്രാർത്ഥിപ്പാനും നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട കുഞ്ഞുമാമ സുഖമില്ലാതിരിക്കുന്നു, തങ്കമാമ സുഖമില്ലാതിരിക്കുന്നു, ഡെയ്സി ആൻറ്റി സുഖമില്ലാതിരിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട തോമച്ചായൻ ശരീരത്തിൽ തീരെ പ്രയാസമുള്ളവനായി ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. അതുപോലെ വേർപാടിൻ്റെ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ജെയിംസ് ബ്രണ്ണനെയും കുടുംബത്തെയും നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കുവാൻ കൊണ്ടുമിടയാകട്ടെ. നമ്മുടെ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു അതനുസരിച്ചുള്ള ഒരു വലിയ വിടുതൽ ദൈവം നമുക്ക് തരേണ്ടതിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള അല്പമായ സമയം ദൈവവചനം ധ്യാനിക്കുന്നതിനുള്ള സമയമാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. നമ്മുടെ മനസ്സ് പതറിപ്പോകുവാൻ കൊണ്ടുമിടയാകാതെ വളരെ ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കും. അവിടുത്തെ ഇമ്പമാർന്ന ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനായി കാത്തിരിക്കുക. ഇന്ന് പകൽക്കാലം നമ്മുടെ എല്ലാവരുടെയും താല്പര്യമനുസരിച്ച് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നത് പാസ്റ്റർ ബിജു തങ്കച്ചൻ അവരുകളാണ്. ബൈന്ദർ സഭയിലെ ശുശ്രൂഷകനാണ് അദ്ദേഹം. അതുപോലെ സദ്വാർത്ത പബ്ലിക്കേഷൻ്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ്. ദീർഘകാലങ്ങളായി ദൈവസഭയുടെ വിവിധ സ്ഥാനങ്ങളിൽ ദൈവം ആക്കി വെച്ച ഇടത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ദൈവം തൻ്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പകൽക്കാലം ദൈവം നമ്മളോട് തൻ്റെ ദാസനോട് സംസാരിക്കുവാനായിട്ട് വളരെ പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്ക് കർത്തൃ സന്നിധിയിലിരിക്കാം. നാം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ആലോചനയും നമ്മുടെ മേൽ ദൈവം പകരുവാൻ്റെ ഗുണം വിശ്വസ്തനാണ്. നമുക്കതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പാസ്റ്റർ ബിജു തങ്കച്ചൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ കർത്തൃ ദിവസത്തിൽ ദൈവദിനമായി നിങ്ങളുടെ മധ്യ ആയിരിക്കാൻ കർത്താവ് തന്ന ഈ വിലയേറിയ സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹാർ ദൈവസഭ ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും അവിടുത്തെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ഒ സ്റ്റീഫൻ അവരുടെ കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്നിങ്ങനെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവസരം തന്ന ഞാൻ കർത്താവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവസഭയുടെ ആദരണീയനായ അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ സ്റ്റീഫൻ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കർത്തദാസനോട് ചേർന്ന് പല മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് എഴുത്തിൻ്റെ മേഖലയിൽ എനിക്ക് പ്രിയ ദൈവദാസൻ തന്നിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളെയും ഓർത്ത് ഞാൻ നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കർത്തദാസനെ കുടുംബത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ സഭായോഗത്തിൽ ദൈവമക്കളോട് പങ്കുവയ്ക്കുവാൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൈവാലോചന പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിങ്ങനെ ഈ മാധ്യമത്തിലൂടെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ തന്നല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ശരണപ്പെടുന്ന വചനഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വളരെ പരിചിതമായ ഒരു ദൈവോധന ഭാഗമാണ് ഇന്ന് പകലിൽ ചിന്തിക്കുന്നതെങ്കിലും പ്രാർത്ഥനയെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 4 പ്രധാന പാഠങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ഈ വചനത്തിലൂടെ നമുക്ക് നൽകുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം ആണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവ് മലമുകളിൽ കയറി തന്നെ കേൾക്കുന്ന തൻ്റെ കേൾവിക്കാരോട് തിരുവായുമൊഴിഞ്ഞ തിരുവചനങ്ങൾ
പ്രത്യേകിച്ച് പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, നമ്മുടെ സമശിഷ്ടങ്ങളോട് നാം എങ്ങനെ ഇടപെടണം, ഇങ്ങനെയുള്ള പ്രായോഗിക തലത്തെ സ്പർശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ഈ ഗിരിപ്രഭാഷണം എന്ന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് അനേക മഹാന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. ലോകത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അനേക ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള വചനഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എന്നുള്ളത്. ഇതിന്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ മറ്റുള്ള ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരത്തോടുകൂടെ ആണ് കർത്താവ് പഠിപ്പിച്ചത് എന്ന് നമുക്ക് ആ ഭാഗത്തിന്റെ അവസാനത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നു. ഈ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളും എന്നാൽ നാം കപടഭക്തിക്കാരെ പോലെ ചെയ്യരുത് എന്ന് പറയുന്നതുമായ ചില പരാമർശങ്ങൾ നമ്മൾ വായിക്കുന്നു. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ചെയ്യരുത്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ കർത്താവ് പറയണം. ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് ഉപവാസം, മറ്റൊന്ന് ദാനധർമ്മങ്ങൾ, ചാരിറ്റി. ഈ 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ, പ്രാർത്ഥന, ഉപവാസം, ചാരിറ്റി പ്രവർത്തനം, ഈ 3 കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. പരമാർത്ഥമായ ഹൃദയത്തോടെ വേണം ഇത് 3 ചെയ്യാൻ എന്നുള്ള ഒരു പാഠമാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നത്. അതിലൊന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതിന്റെ ചില പാഠങ്ങൾ, 4 അടിസ്ഥാനപരമായ കാര്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ 4 വസ്തുതകൾ കർത്താവായ യേശുക്രിസ്തു നമ്മളെ മനസ്സിലാക്കി തരികയാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം. വളരെ സമയങ്ങൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ച് ഒരു മാതൃക കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടെയാണ്. തൻ്റെ ജീവിതം അവസാനിക്കുന്നത് പ്രാർത്ഥനയോടുകൂടെയാണ്. യേശുവിൻ്റെ പ്രാർത്ഥനകൾ പലതും ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇപ്പോൾ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥന ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്, വളരെ അത്യാവശ്യമായ ഒന്നാണ് എന്നുള്ള വസ്തുത കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്ത നമ്മൾ കൊണ്ടുവരികയാണ്. 4 ചിന്തകളാണ് ഈ വാക്യത്തിൽ നിന്ന് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. സമയത്തിൻ്റെ സീമയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് 4 വസ്തുതകൾ നിങ്ങളുമായി പങ്കുവെച്ച് എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അയാൾ വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഒന്നാമത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രയർ ആണ്, പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നല്ല പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുക, അങ്ങനെയായിരുന്നെങ്കിൽ അതൊരു ഓപ്ഷനല്ലായിരുന്നു. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, അങ്ങനെ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ ഓപ്ഷൻ ഇല്ല. അതായത് ഇമ്പോർട്ടൻസിനെ കാണിക്കുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റിയൊരു കാര്യമല്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. അത് ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമാണ്. അത് വളരെ പ്രാധാന്യമുള്ളതെന്നാണ് കർത്താവ് പറഞ്ഞ 1-ാമത്തെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്നുള്ളത് ദൈവവുമായി ബന്ധപ്പെടുന്ന സമയങ്ങളാണ്. പ്രാർത്ഥനയിൽ നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയും ദൈവം എന്ത് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന, ദൈവവുമായി നാം ഇടപെടുന്ന സമയമാണ് പ്രാർത്ഥന. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവം അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ 1-ാമത് കർത്താവ് പറയുന്നത് നീയോ പ്രാർത്ഥിക്കുമ്പോൾ, അത് ആ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ കാണിക്കുക. 2, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച്, അത് കോൺസെൻട്രേഷനെ കാണിക്കുകയാണ്.
നീ അറയിൽ കടന്ന് വാതിലടച്ച് മറ്റു ചിന്തകൾ, മറ്റു വിചാരങ്ങൾ, മറ്റു നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന യാതൊരു കാര്യവും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നിലയിൽ അറയിൽ കടന്ന് വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ കോൺസെൻട്രേഷനെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകാതെ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലെ ഏകാഗ്രതയെക്കുറിച്ചാണ് കർത്താവ് രണ്ടാമത് പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥനയിൽ ഏകാഗ്രതയോടുകൂടിയുള്ള പ്രാർത്ഥന, അവിടെ മാത്രമേ ദൈവത്തിന്റെ സംസർഗം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയൂ. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നാം മുഴങ്കാൽ മടക്കുമ്പോൾ വളരെ ഏകാഗ്രതയോടുകൂടെ ദൈവസന്നിധിയിൽ നാം സമയം ചെലവഴിച്ചെങ്കിലേ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒന്ന്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രയർ. രണ്ട്, പ്രാർത്ഥനയിലെ കോൺസെൻട്രേഷൻ. മൂന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നത്, നീ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ മൂന്നാമത് കർത്താവ് എംഫസൈസ് ചെയ്യുന്ന കാര്യം റിലേഷൻഷിപ്പാണ്, ബന്ധം. നീ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അതാണ് മൂന്നാമത് കർത്താവ് എംഫസൈസ് ചെയ്ത കാര്യം, റിലേഷൻഷിപ്പ് ഇൻ പ്രയർ. നാലാമത് കർത്താവ് പറഞ്ഞത്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. അത് നിശ്ചയമായ കാര്യമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തൻ്റെ അടുക്കൽ വന്നുകൂടിയിരിക്കുന്ന ജനത്തോട് എ ന്യൂ മെത്തേഡ് ഓഫ് പ്രയർ, ആ കാലങ്ങളിൽ വരെ അവർ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എഴുതി തയ്യാറാക്കിയ, പഠിച്ചു പറയുന്ന ചില പ്രാർത്ഥനാ രീതികളാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാർത്ഥനയിൽ ഒരു ഇന്റിമസി ഉണ്ടാകുവാൻ, പ്രാർത്ഥനയിൽ ഒരു ഉന്മേഷം ഉണ്ടാകുവാൻ കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും കപടഭക്തിക്കാരെ പോലെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, പുറമെ കാണിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, പ്രയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2, ആ പ്രാർത്ഥനയിൽ കോൺസെൻട്രേഷൻ വേണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. 3, പ്രാർത്ഥനയിൽ ആ റിലേഷൻഷിപ്പ് നാം മനസ്സിലാക്കിയിരിക്കണം. 4, പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഈ 4 ചിന്തകളാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഇതിലൊരു പരാമർശം തുടർന്നുള്ള അല്പസമയങ്ങൾ എംഫസൈസ് ചെയ്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ആ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ പരമപ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കുന്ന ഞാൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇത് പറയുന്നത് എപ്പോഴാണ്? അവൻ ഒരു സ്ഥലത്ത് ഇരുന്ന് യേശു ദീർഘനേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ വന്ന് പറഞ്ഞത്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്? യോഹന്നാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. പ്രാർത്ഥന പോരായിരുന്നോ? പക്ഷെ യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, പോരാ, ഞങ്ങൾക്ക് യോഹന്നാൻ പഠിപ്പിച്ച പ്രാർത്ഥന പോരാ, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്താണ് യേശുവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? യേശുവിന്റെ പ്രാർത്ഥന ഒരിക്കലും മുഷിപ്പുണ്ടാക്കുന്ന പ്രാർത്ഥനയായിരുന്നില്ല. രാത്രി മുഴുവനും, പകലത്തെ അധ്വാനം, ഓട്ടവും യാത്രയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും രാത്രി മുഴുവൻ മടുപ്പില്ലാതെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരൊക്കെ ദൂരെ മാറി നിന്ന് യേശുവിന്റെ പ്രാർത്ഥന ഒബ്സർവ് ചെയ്ത സമയങ്ങളിലൊക്കെ അവർക്ക് മനസ്സിലായി, അവരൊക്കെ ക്ഷീണത്താൽ മയങ്ങുമ്പോഴും തളർന്നു പോകുമ്പോഴും ജഡം അവരുടെ ബലഹീനമാകുന്ന സമയങ്ങളിലും ഒക്കെ ഒരു മടുപ്പുമില്ലാതെ വളരെ ഉന്മേഷത്തോടുകൂടെ ദീർഘസമയങ്ങൾ യേശുക്രിസ്തു പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നവർക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് പഠിക്കേണ്ടിയിരുന്ന പാഠം ഇതായിരുന്നു, കർത്താവെ, എങ്ങനെ മടുക്കാതെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു? എങ്ങനെ ഇത്ര താല്പര്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയും? നമുക്കറിയാം, ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട്
നമ്മൾ വിചാരിക്കും 1 മണിക്കൂർ പ്രാർത്ഥിച്ചത്, 1 മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ച് ക്ലോക്ക് നോക്കുമ്പോൾ 10 മിനിറ്റേ ആയിട്ടുള്ളൂ. അതേസമയം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് എത്ര സമയം വർത്തമാനം പറഞ്ഞിരുന്നാലും ആ സമയം പോകുന്ന അറിയത്തില്ല. കാരണം എന്താണ്? ആ പ്രാർത്ഥനയിൽ ഒരു ബന്ധമുണ്ട്. സംസാരിക്കുന്നവർ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ്. ചില ആളുകളോട് നമ്മൾ സംസാരിച്ചാൽ ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് അവരോട് സംസാരിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തീർന്നു. എന്നാൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട് നമ്മൾ ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ എത്ര മണിക്കൂറുകൾ സംസാരിച്ചാലും സമയം പോകുന്നത് അറിയുകയില്ല. അതുപോലെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന മറ്റുള്ള ആരുടെയും പ്രാർത്ഥന പോലെ ആയിരുന്നില്ല, ഒരു ചടങ്ങിന്റെ പ്രാർത്ഥനയായിരുന്നില്ല. വളരെ ഹൃദ്യമായി, വളരെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തന്റെ പ്രാർത്ഥനയിൽ സന്തോഷിക്കുകയായിരുന്നു. എൻജോയ്ഡ് ഇൻ ഹിസ് പ്രേയർ. പ്രാർത്ഥന യേശുവിനെ സംബന്ധിച്ചുള്ള ഒരു മുഷിപ്പുണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല. പ്രാർത്ഥനാ സമയം യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് മടുപ്പിക്കുന്ന ഒന്നായിരുന്നില്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഒരു വളരെ ഹൃദ്യമായ, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്ന പ്രതീതിയോടുകൂടി ആയിരുന്നു കർത്താവ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് എത്ര സമയങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു മടുപ്പുമുണ്ടായി. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ചിലപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്പം മടുപ്പുകളൊക്കെ തോന്നുന്ന സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ യേശുവിനെ പോലെ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ ചോദിച്ചു, എങ്ങനെയാണ് കർത്താവേ നിനക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഉടനെ കർത്താവ് ഒരു പ്രാർത്ഥനാ വാചകം അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ പ്രാർത്ഥനാ വാചകത്തിൽ ആദ്യം യേശു പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ when you pray, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നീ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ പിതാവിനോടാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ നമുക്ക് സംസാരിക്കുവാൻ കഴിയും. ഒരു ഒഫീഷ്യൽ പ്രയറിനെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ്. വ്യക്തിപരമായി നാം നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ എങ്ങനെ നമുക്ക് മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയും? ഒന്നാമത്തെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്: ആ റിലേഷൻഷിപ്പ് നാം മനസ്സിലാക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പിതാവിനോടാണ്. ദൈവമക്കളെ, മക്കൾക്ക് അപ്പനോട് കാര്യം പറയുന്നതിന് പ്രത്യേകിച്ച് പഠിച്ച് പറയേണ്ട ആവശ്യമില്ല. മക്കൾക്ക് അപ്പനോട് കാര്യം പറയുന്നതിന് പ്രത്യേകം ഭാഷാപ്രയോഗങ്ങളുടെ ആവശ്യമില്ല. മക്കൾക്ക് അപ്പനോട് കാര്യങ്ങൾ പറയുന്നതിന് സമയ പരിധികളുടെ വ്യത്യാസമില്ല. മക്കൾക്ക് അപ്പനോട് കാര്യം പറയുന്നതിന് പ്രയർ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല. ഏതു സമയത്തും മക്കൾക്ക് അപ്പന്റെ അടുക്കൽ ഓടിച്ചെന്ന് ഉള്ളു തുറന്ന് പറയാനുള്ള സാവകാശമില്ലേ? അതെ, ചിന്തിച്ചു നോക്കൂ. ഒരു കൊച്ചു കുഞ്ഞ് അത് വന്ന് മടിയിലിരുന്ന് കരഞ്ഞാൽ പോലും ഒരപ്പന് ആ കരച്ചിലിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയും. ആ വിധത്തിലുള്ള ഒരു പ്രാർത്ഥന. അത് മറ്റൊരു എല്ലാ മതങ്ങളിലും പ്രാർത്ഥനയുണ്ട്, എല്ലാ മതവിശ്വാസങ്ങളിലും അവരുടേതായ പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഹൃദ്യമായ പ്രാർത്ഥന, ഒരപ്പനും മകനും എന്ന പോലെ ബന്ധത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം മാത്രമേ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം ഒരു പിതൃപുത്ര ബന്ധമാണ്. ആ റിലേഷൻഷിപ്പ് നാം മനസ്സിലാക്കിയിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നവരോട് കർത്താവ് ആദ്യം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞവരോട് ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ അവർക്ക് ഒന്നുകൂടെ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ധാരാളം ഉപമകൾ തൻ്റെ കേൾവിക്കാർക്ക് വസ്തുതകൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് ഉപയോഗിച്ചതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. പാരബിൾസ്, ജീസസ് യൂസ് പാരബിൾസ്. തൻ്റെ ടീച്ചിങ്സിലൊക്കെ പാരബിൾസ് ഉപയോഗിച്ചു. വാട്ട് ഈസ് പാരബിൾസ്? പാരബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തലി സ്റ്റോറി വിത്ത് എ ഹെവൻലി മീനിങ്. സ്വർഗീയ അർത്ഥങ്ങളുള്ള ഭൂമിയിലെ കഥകളാണ് പാരബിൾസ് എന്നുള്ളത്. യേശുക്രിസ്തു പാരബിൾസ് ഉപയോഗിച്ചു. കാരണം അന്നത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് അതിലൂടെ ആഴമേറിയ സത്യങ്ങൾ യേശുക്രിസ്തു പഠിപ്പിച്ചു. യേശു പറഞ്ഞത് നിസ്സാരമായ ഉപമകളാണ്. ആ ഉപമകളിലൂടെ യേശു സ്ഥാപിച്ചത് ആഴമേറിയ സത്യങ്ങളാണ്. അത് ഇന്നും വ്യാഖ്യാനിച്ചിട്ടും പഠിപ്പിച്ചിട്ടും തീരാത്ത അർത്ഥതലങ്ങളും ആഴങ്ങളും
ആ ഉപമകൾക്കുണ്ടായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് അവരെ പഠിപ്പിക്കുമ്പോൾ ഒരു ഉപമ പറഞ്ഞു. എന്താണ് ഉപമ പറഞ്ഞത്? ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ മറ്റൊരു സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് 3 അപ്പം വായ്പ ചോദിക്കുകയാണ്. കാര്യം എന്താണ്? തൻ്റെ അടുക്കൽ തൻ്റെ ഒരു സ്നേഹിതൻ വന്നു, കൊടുപ്പാൻ ഒന്നുമില്ല, അതുകൊണ്ട് 3 അപ്പം വായ്പ തരയണമെന്ന് ഒരു സ്നേഹിതനോട് ആവശ്യപ്പെടുകയാണ്. അകത്ത് നിന്ന് അവൻ പല തടസ്സങ്ങൾ പറഞ്ഞു. പക്ഷേ അടുത്തു പോകാതെ താന് അവിടെ മുട്ടുക നിമിത്തം വേണ്ടുന്നിടത്തോളം കൊടുത്തു എന്ന ഒരു ഉപമ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുകയുണ്ടായി. ആ ഉപമയിൽ നിന്നും നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. സ്നേഹിതന്റെ അടുക്കലാണ് പോകുന്നത്. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ അർദ്ധരാത്രിയിൽ ഒരു വീട്ടിൽ ചെന്ന് കതകിൽ കൊട്ടുക എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ അത്ര ആഴമേറിയ ബന്ധം ആ ചെന്നയാളും എവിടെ ചെന്നോ അവിടുത്തെ ആളും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രിയിൽ ആരും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല. അപ്പോൾ ഈ അർദ്ധരാത്രിയാണെന്ന് അറിഞ്ഞിട്ടും, ഈ അർദ്ധരാത്രിയിലാണെന്ന് ചെന്ന് വിളിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയാമായിരുന്നിട്ടും ധൈര്യത്തോടുകൂടെ അർദ്ധരാത്രിയിൽ ആ ഭവനത്തിൽ ചെന്ന് വാതിലിൽ മുട്ടി അപ്പം ചോദിക്കാൻ അവനെ ധൈര്യപ്പെടുത്തിയത് അവർ തമ്മിലുള്ള ബന്ധമായിരുന്നു. യേശു പഠിപ്പിച്ച പാഠം ഇതാണ്. പ്രാർത്ഥിക്കുവാൻ ചെല്ലുന്ന നീ ആരുടെ അടുക്കലാണോ ചെന്ന് മുട്ടുന്നത് അവനും തമ്മിലുള്ള ബന്ധം ആഴമേറിയ ബന്ധമാണ്. ഒരു അപ്പനും മകനും എന്ന പോലെയുള്ള ബന്ധം, ആ റിലേഷൻഷിപ്പാണ് ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് ഓടിച്ചെല്ലാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് ചെല്ലാൻ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ തിരശീലകൾ കൊണ്ട് മറയ്ക്കാൻ കഴിയാത്ത ബന്ധമാണ് നമ്മളും ദൈവവുമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവമക്കളെ നമുക്ക് ഓടി ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ. അവിടെ സമയത്തിന്റെ സീമകളില്ല. നമുക്കറിയാം, ലോകത്തിലെ പല ദൈവങ്ങളെയും കാണാൻ പോകാൻ സമയത്തിന്റെ പരിമിതികളുണ്ട്. നിശ്ചയിക്കപ്പെട്ട ക്ലിപ്തമായ സമയമുണ്ട്. അങ്ങനെയുള്ളവർ സമയത്തെ ചെല്ലുവാൻ കഴിയുള്ളൂ. അവിടെ ദൈവത്തെ കാണാൻ പോകണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. അതനുസരിച്ചേ പോകാൻ പറ്റുകയുള്ളൂ. ചിലയിടങ്ങളിൽ ദൈവത്തെ കാണാൻ പോകാൻ ആണുങ്ങൾക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ, സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തതകൾ നിറഞ്ഞ ചട്ടങ്ങളുള്ള ഈ ലോകത്തിൽ നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ഏതു സമയവും നമുക്ക് ഓടിച്ചെല്ലുവാൻ ദൈവത്തിന്റെ സന്നിധി നമുക്കായി തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ യേശു പറയുകയാണ്, നീ ചെല്ലുമ്പോൾ, നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത്, ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് അപ്പം ചോദിക്കുന്നത് പോലെയാണ് നീ ദൈവത്തോട് നിന്റെ ആവശ്യങ്ങൾ പറയുന്നത്. ഒന്ന്, നീ ആ സ്നേഹിതന്മാർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നത് പോലെ നിനക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. 2, ഈ സ്നേഹിതൻ അറിയാമായിരുന്നു ഏത് അർദ്ധരാത്രിയിലും ആ സ്നേഹിതന്റെ വീട്ടിൽ അപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത്. ആ വീടിന്റെ അവസ്ഥയും അതിന്റെ സമൃദ്ധിയും ഈ മനുഷ്യൻ അറിയാമായിരുന്നു. അപ്പോൾ നാം ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ 1, ആ ബന്ധം നാം അറിയണം. 2, നമ്മുടെ ദൈവം എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള ദൈവമാണെന്നറിയണം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കണം. അപ്പോൾ ബന്ധം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പനും മകനും എന്ന പോലെയുള്ള ഒരു ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കായി നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, അയ്യോ, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കുന്ന ഒരാളിൻ്റെ മുമ്പിലല്ലല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ വാചകങ്ങളിലെ മിസ്റ്റേക്കുകളെ നോട്ട് ചെയ്യാൻ ഇരിക്കുന്ന ഒരാളിൻ്റെ മുമ്പിലല്ലല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വാക്കുകളെ പിടിച്ച് അതിനനുസരിച്ച് എന്നെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപന്റെ മുൻപിലല്ലല്ലോ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ഞരക്കങ്ങൾ പോലും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രാവ് കുറുകുന്നത് പോലെ കുറുകി ഞരങ്ങിയ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത സർവശക്തനായ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് അയ്യം വിളിച്ച യോനയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. നാം ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും നാമും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴമാണ് നമ്മളെ പ്രാർത്ഥനയ്ക്കായിട്ട് ധൈര്യപ്പെടുത്തുന്നത്. ഇനി അടുത്ത തവണ നാം പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അപ്പനോടാണ്. ദൈവമക്കളെ, നിങ്ങൾ വെറുതെ ഇരുന്ന് കരഞ്ഞാലും അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അപ്പന് മനസ്സിലാവും. നിങ്ങൾ ഞരങ്ങിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പിതാവിന് മനസ്സിലാവും. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും ഇന്നതെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. പ്രാർത്ഥന വെറും ചടങ്ങായിട്ട് മാറാനല്ല, ഒരു തൊഴിലാളി ബോസിനോട് സംസാരിക്കുന്ന ഒഫീഷ്യൽ രീതിയിലല്ല നമ്മുടെ പ്രാർത്ഥന
നമ്മുടെ പേഴ്സണൽ പ്രയറുകൾ നീങ്ങേണ്ടത്. നമ്മുടെ പേഴ്സണൽ പ്രയറുകൾ ഒരു ജോലിക്കാരൻ തൻ്റെ ബോസിനോട് സംസാരിക്കുന്നത് പോലെയല്ല, മറിച്ച് ഒരു മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെയാണ്. ആ ഒരു ബന്ധത്തിലേക്ക് വരാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരപ്പനും മകനും എന്ന പോലെയുള്ള ഒരു ബന്ധം. ഇവിടെ യേശു പറഞ്ഞ 4 കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ കാണിക്കുകയാണ്. 2, വാതിൽ അടയ്ക്കുക, അത് പ്രാർത്ഥനയിൽ ആവശ്യമുള്ള കോൺസെൻട്രേഷനെ കാണിക്കുകയാണ്. 3, പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന റിവാർഡിനെ കാണിക്കുക. പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട്. ദൈവമക്കളെ, ഇന്ന് പകലിൽ ഈ വിശുദ്ധ ആരാധനയിൽ നാം സംബന്ധിക്കുമ്പോൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ നന്മകളെ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും, ഇതൊക്കെ പ്രാർത്ഥിച്ചതാണ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് നമ്മുടെ സാക്ഷ്യം പങ്കുവയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ലാതെ ഈ പട്ടണത്തിൽ വന്നു, ദൈവത്തിന് സ്തോത്ര യോഗ്യത ഉണ്ടായിട്ടല്ല, ഓരോന്നോരോന്നായി പ്രാർത്ഥിച്ചും ഉപവസിച്ചും നേടിയ നന്മകളാണ് നാം അനുഭവിക്കുന്ന ഓരോ നന്മകളും. ഇന്നലകളിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ. ഇന്നലകളിൽ ഉപവസിച്ചതിന്റെ, കണ്ണുനീരൊഴുക്കിയതിന്റെ, ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ നന്മകളും അനുഗ്രഹങ്ങളുമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ആ ബന്ധം അറിഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ അപ്പനോട് ആണ് ഞാൻ പറയുന്നത് എന്ന ആ ആഴമേറിയ സത്യം ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഭായോഗത്തിൽ പങ്കെടുത്ത് ദൈവോദനം കേട്ട എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സഹാർ ദൈവസഭയെ ദൈവം പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസരം തന്നവരോട് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ദൈവം തന്റെ ദാസനിലൂടെ നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആയുസ്സിൽ ഈ ദിവസങ്ങളിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നതിനുള്ള സമയങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ബാഹ്യമായിട്ടുള്ള വിചാരങ്ങളിൽ നിന്നും മറ്റുള്ള എല്ലാ ആകുലമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും നാം ഇപ്പോൾ വീടുകളിൽ അടയ്ക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നതിനുള്ള സമയത്തെ ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നു. ആ പ്രാർത്ഥന എങ്ങനെ നടത്തണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനിലൂടെ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചത്. പ്രാർത്ഥനയുടെ പ്രാധാന്യത, പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ട്, ഒരു പ്രതിഫലമുണ്ട്. ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവോടുകൂടെ നമുക്ക് കർത്താവിന്റെ ദാസൻ പറഞ്ഞു തന്ന വചനം അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ കർത്തൃകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ ശിഷ്ടായുസ് പ്രാർത്ഥനയുടെ ഈ ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മെ സമർപ്പിക്കുകയും നമുക്കതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു തങ്കച്ചൻ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടുകൂടെ പാടി കർത്താവിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാം. നമുക്കെല്ലാവരും കൂടെ ചേർന്ന് പാടാം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം, 1000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം, മണവാളനൊരുവൻ മാത്രം, മണവാളനൊരുവൻ മാത്രം, മണവാളൻ ക്രിസ്തുവൻ പരിപാല സമന്വിതോ പരിരസിച്ചിടും മത്തി, മണവാളൻ ക്രിസ്തുവൻ പരിപാല സമന്വിതോ പരിരസിച്ചിടും മത്തി, 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം, 10,000
മേലിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. ുന്ന ഉത്തമ മണവാളനാ ുന്ന ഉത്തമ മണവാളനാ ഉത്തമ മണവാളനാ ഉത്തമ മണവാളനാ പരിരസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമാ പരിരസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമാ 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. പുടവധരിച്ചുകൊണ്ടു മണവാട്ടിയൊരുങ്ങി നിൽക്കേ പുടവധരിച്ചുകൊണ്ടു മണവാട്ടിയൊരുങ്ങി നിൽക്കേ മണവാട്ടിയൊരുങ്ങി നിൽക്കേ മണവാട്ടിയൊരുങ്ങി നിൽക്കേ പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ കരികളിച്ചിടുമേ പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ കരികളിച്ചിടുമേ 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. ദേവാദിദേവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ ദേവാദിദേവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ അതിയന്തമില്ലാത്ത പരിശുദ്ധ ദൈവം മംഗല്യം നടത്തിയുമേ അതിയന്തമല്ലാത്ത പരിശുദ്ധ ദൈവം മംഗല്യം നടത്തിയുമേ 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. ഇവയോടാനന്ദ നൃത്തം ചെയ്യുവാൻ എന്റെ കാലുകൾ കുതിച്ചിടുന്നേ ഇവയോടാനന്ദ നൃത്തം ചെയ്യുവാൻ എന്റെ കാലുകൾ കുതിച്ചിടുന്നേ കാലുകൾ കുതിച്ചിടുന്നേ കാലുകൾ കുതിച്ചിടുന്നേ കാന്തയായി പരിലസി ചന്തമില്ലായുഗം തേജസ്സിൽ കൂടെ വാഴുമേ കാന്തയായി പരിലസി ചന്തമില്ലായുഗം തേജസ്സിൽ കൂടെ വാഴുമേ 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. മണവാളനൊരുവൻ മാത്രം. മണവാളനൊരുവൻ മാത്രം. മണവാളൻ ക്രിസ്തുവിൻ പരിവാര സമന്വിതോ പരിരസിച്ചിടും ഭക്തി മണവാളൻ ക്രിസ്തുവിൻ പരിവാര സമന്വിതോ പരിരസിച്ചിടും ഭക്തി 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. 10,000 പേരിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം.
പ്രൈസ് ഗോഡ്. ഇതുവരെയും നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്ത നമ്മുടെ ദൈവത്തെ നമുക്ക് ചേർന്ന് സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ കൂടി വന്ന സമയം മുതൽ ഇത്രത്തോളം ദൈവം തന്റെ സാന്നിധ്യം വിട്ട് നമ്മളെ അനുഗ്രഹിച്ചു. മനോഹരമായ പാട്ടുകൾ പാടി കർത്താവിൽ സന്തോഷിക്കുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിപ്പാനും ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് സഭായോഗം അവസാനിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം നമ്മളെ സഹായിച്ചു. അടുത്ത ഒരാഴ്ച മുഴുവനും അനുഗ്രഹീതമായ വിശ്വാസ ജീവിതം നയിപ്പാന്റെ ഗുണം ദൈവം നമ്മളെ പ്രാപ്തിപ്പെടുത്തട്ടെ. നാം കേൾക്കുകയും നാം പ്രാപിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കും ദൈവത്തിന്റെ ആലോചനയ്ക്കും അനുസരിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുവാന്റെ ഗുണം കർത്താവിന്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. അതിനുള്ള ശക്തിയും അനുഗ്രഹവും ദൈവം നമ്മുടെ മേൽ പകരും. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ജോർജ് കെ ഡാനിയൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ഗോഡ്. കാരുണ്യവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. നവൽക്കാലത്ത് കർത്താവിൻ്റെ സാന്നിധ്യം നവൽക്കാലത്ത് ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നു കർത്താവേ, ഹല്ലേലൂയ. നവൽക്കാലം കർത്താവെ വിശുദ്ധ ദിവസം കടന്നു വന്ന് ആരാധിപ്പാൻ തക്കൊണ്ണം കർത്താവ് സഹായിച്ചോർക്കുന്നതോടുകൂടി സ്തോത്രം. ആരാധനയിൽ ബലവും ശക്തിയും പ്രാപിപ്പാൻ തക്കൊണ്ണം സാധിച്ചു കർത്താവ്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കർത്താവെ എല്ലാ കാര്യങ്ങളും കാത്തു സൂക്ഷിച്ചതോർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയെ മാനിച്ചു കർത്താവിൻ്റെ ശക്തി പകർന്നു വന്ന് നിത്യമായ കർത്താവെ, ഹല്ലേലൂയ, ശക്തിയാൽ ഞങ്ങളെ കാത്തുപരിപാലിച്ചതോർത്തുന്നതോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാടുവാൻ തക്കൊണ്ണം പ്രാർത്ഥിപ്പാൻ തക്കൊണ്ണം തങ്ങളെയൊക്കെ ബലപ്പെടുത്തിയതോർത്തുന്നതോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വർഷിപ്പ് ലീഡർ ചെയ്യുവാൻ തക്കൊണ്ണം ഹല്ലേലൂയ സഹായിച്ച തൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാട്ടുപാടുവാൻ തക്കൊണ്ണം സഹായിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അതുപരിയായിട്ട് കർത്താവെ, നിന്റെ വചനം സംസാരിപ്പാൻ തക്കൊണ്ണം കർത്തദാസനെ ബലപ്പെടുത്തിയതോർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വചനം കേൾക്കുക മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ അത് കർത്താവ് പരിപാലിപ്പാൻ തക്കൊണ്ണം ഹല്ലേലൂയ ആഗ്രഹിപ്പാൻ തക്കൊണ്ണം അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ തക്കൊണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ആ രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കുന്ന ശക്തി, ഹല്ലേലൂയ, രോഗത്തെ സൗഖ്യമാക്കുന്ന ശക്തി, ഹല്ലേലൂയ, എല്ലാ ബന്ധനങ്ങളെയും ഹല്ലേലൂയ നീക്കുവാൻ കഴിവുള്ള ശക്തിയാണല്ലോ വചനത്തിന്റെ ശക്തി. ആ വചനത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ആശ്രയിക്കുന്നു. ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, സഭയിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ. അവരെയൊക്കെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് കാലത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ ബലവും ശക്തിയും ആരോഗ്യവും പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ സഹായിക്കണമേ. പ്രായധിക്യത്താൽ ശരീരക്ലേശങ്ങളാൽ ഹല്ലേലൂയ ആയിരിക്കുന്ന ജനങ്ങൾക്ക്, ഹല്ലേലൂയ തൻ്റെ മാതാപിതാക്കൾക്ക് വിടുതലും ആശ്വാസം കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നന്ദിയോടുകൂടി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. മെഡിക്കൽ ജോലി ചെയ്യുന്ന എല്ലാ ഞങ്ങളെ ഹല്ലേലൂയ പേദങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഹോസ്റ്റലിലായിരിക്കുമ്പോഴും അവിടുത്തെ കൃപ കൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാണ്. ഈ കോവിഡ് ഹല്ലേലൂയ കർത്താവെ മഹാമാരി ഹല്ലേലൂയ ആയിട്ട് മാസങ്ങളോളമായിരിക്കുന്നു കർത്താവെ. അതിൻ്റെയൊക്കെ ഈ നടുവിൽ നീ ഞങ്ങളെ ഭദ്രമായിട്ട് കാത്തുപരിപാലിക്കുന്നു. ഒരാപത്തും കൂടാതെ ഇത്രത്തോളം കാത്തുപരിപാലിച്ച അവിടുത്തെ മഹൽ കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം. ദേശത്തിന്റെ വിടുതൽ, ആൾക്കാരുടെ വിടുതൽ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ വിപത്ത് ഒഴിഞ്ഞു പോകുവോളം ഞങ്ങളെ നിന്റെ കരങ്ങളിൽ ഭദ്രമായിട്ട് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും പരിപാലിച്ച പരിപാലനങ്ങൾക്കായി സ്തോത്രം. നന്ദിയോടുകൂടി സ്തോത്രം. ഞങ്ങളുടെ വിദേശങ്ങൾ പാർക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാണ്. അവരെ കുടുംബമായിട്ട് സഹായിക്കണമേ. കുഞ്ഞുകുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ കർത്തദാസനായി പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപപ്രകാരം ഞങ്ങൾക്ക് ജീവിപ്പാൻ തക്കണം. ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ വിശുദ്ധമായ ജീവിതം നയിപ്പാൻ തക്കണം. ഏറിയ ഭയത്തോടും ഭക്തിയോടും ഹല്ലേലൂയ വിരകളോടും കൂടി ദൈവത്തിന്റെ സന്നിധിയിലായിപ്പാൻ തക്കണം. അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്യന്തം
കർത്താവിന്റെ മറവിൽ വസിപ്പാൻ, സർവശക്തന്റെ നിഴൽക്കിൽ പാർപ്പാൻ ഇന്നോളം നീ സഹായിച്ചോർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിന് അടുക്കയില്ല. എല്ലാ വഴികളിലും നിന്നെ കാത്തുപരിപാലിക്കാൻ ശക്തനായിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു കെട്ടുകൂടി ഞങ്ങളെ സമർപ്പിക്കുന്നു. സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, നന്ദിയോടുകൂടി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, വിടുവിച്ചിരിക്കാൻ സ്തോത്രം. സർവ്വതമാകുന്ന മഹത്വവും മാനവും അപ്പച്ചൻ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കരുവോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ദിനതോറും ആശ്വസിപ്പിച്ച് അനുഗ്രഹത്തോടെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ മേലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തു മൂലം നമുക്ക് ജയത്തെ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. സമാധാനത്തോടെ നമുക്ക് പിരിഞ്ഞു പോകാം. നമ്മുടെ കർത്താവ് വരുന്നു, അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.